ഇത് ഭയങ്കര കൺഫ്യൂഷൻ. അതിങ്ങനെ കിടന്ന് കറവ് കുട്ടികളിൽ 10th സ്റ്റേജിലെ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുട്ടികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാധനമാണ് നമ്പർ ഓഫ് മോൾസും അത് റിലേറ്റഡ് ആയിട്ടുള്ള വോളിയം കണ്ടുപിടിക്കാനും. അത് കുട്ടികൾക്ക് 10th ശരിക്കും അത് ബേസ് സെറ്റ് ആവണം. ഇത് 11th 12th ഒക്കെ പ്രശ്നമാവും. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ കുട്ടികൾക്ക് എന്ത് കണ്ടുപിടിക്കണമെന്നും അത് കണ്ടുപിടിക്കണമെങ്കിൽ ധാരാളം ഫോമുല ഉണ്ട്. അത് ചിലപ്പോൾ മോളാർ മാസ് തന്നിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടായിരിക്കാം, ചിലപ്പോൾ ലിറ്ററിൽ തരും. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഈ സാധനങ്ങൾ. ടീച്ചർമാർ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എടുത്തു ഇതിന്റെ ക്വസ്റ്റ്യൻ കണ്ടു, കുട്ടികൾ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫോമുല ഉപയോഗിക്കാം. എളുപ്പമാണ്, 2 സ്റ്റെപ്പ് ഉള്ളൂ. ക്വസ്റ്റ്യൻ എടുത്തു, ടീച്ചർ ചെയ്യുന്ന എല്ലാം മനസ്സിലാവും. എന്നാൽ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞിട്ട് ഇതേ ക്വസ്റ്റ്യൻ കാണുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇത് ഞാൻ മാറ്റണോ, അത് ലിറ്ററിലാണോ വേണ്ടേ, നമ്പർ ഓഫ് മോൾസ് ആണോ ആദ്യം കണ്ടുപിടിക്കുന്നത്, ഭയങ്കര കൺഫ്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ ഈ ക്യൂബിൽ പഠിപ്പിച്ചപ്പോ ഞാനും നായിം സാറും നമ്മുടെ അക്കാഡമിക്സിന്റെ ടീമും അതിന്റെ കൂടെ ഇരുന്നു. എങ്ങനെ കുട്ടികളിൽ ഇത് ഈ ഉറപ്പിക്കാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി. നമ്മളൊരു ഫോമുല പറഞ്ഞു കൊടുത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രസന്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് കുട്ടികളോട് ചോദിക്കണം. നമ്മൾ ആർക്ക് പറയാൻ പറ്റും? ആയിതാ പറഞ്ഞോ. ആയിതാ 22.4 into 2. That's the answer. ഇതുപോലെ തന്നെ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ആ കുട്ടികളുടെ തെറ്റ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ഗൗരി നന്ദ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണിച്ചു ചെയ്യുമ്പോൾ ഗൗരി നന്ദയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചപ്പോൾ നമ്പർ ഓഫ് മോൾസ് എടുക്കേണ്ട രീതി പറയാൻ പറ്റുന്നുണ്ട്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം? ഹിബ ഫാത്തിമയും നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് അങ്ങനെ കണ്ടുപിടിക്കാൻ കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് ഹിബ ഫാത്തിമയ്ക്ക് എടുക്കാൻ സാധിച്ചു. ഏത് നമ്പർ ഓഫ് മോൾസാ കണ്ടുപിടിക്കേണ്ടത്? ഗിവൺ വോളിയം ബൈ, അവിടെയാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം ഓഫ് STP. ലൈവായിട്ട് ക്ലാസ്സിൽ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ കുട്ടി പറയണം, അത് തിരുത്തി കൊടുക്കണം. ഇതാണ് ശരിക്കും ഫാക്കൽറ്റി ഈ ടൈപ്പ് പ്രോബ്ലംസ് വരുമ്പോ അങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ഫാത്തിമ പലവിനോട് നിങ്ങൾ കാണാൻ നമുക്ക് ആ ക്ലാസ്സിൽ കാണാൻ പറ്റും. ഫൈൻഡ് ദ വോളിയം എന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത്. അപ്പൊ വോളിയം എങ്ങനെ കാണണേ? അപ്പൊ ഫാത്തിമ പർവീൻ ആദ്യം പറയണ്ടേ എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യണ്ടേ, രണ്ടാമത് എന്താ ചെയ്യണ്ടേ? ഫാത്തിമ പർവീൻ എങ്ങനെ ചെയ്യും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ GMM ഓഫ് ദ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4. ഇങ്ങനെ പല കുട്ടികളോടും നമ്മൾ ചോദിക്കും. ഈ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ കുട്ടികളുമായി ചോദിച്ച് ഇന്ററാക്ട് ചെയ്താലാണ് ഓൺലൈനിലേക്ക് കൃത്യമായി കുട്ടികൾക്ക് ഈ കോൺസെപ്റ്റ് എത്തി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഈ മെത്തേഡ് വഴി നമ്മൾ അച്ചീവ് ചെയ്തത്. താങ്ക് യു.